ഹായ്, ഞാനിന്ന് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത്. കുഞ്ഞുനാൾ മുതലേ അലർജി ഉള്ളതാണ്. എനിക്ക് വീറ്റും പ്രോഡക്ട്സും കഴിക്കുമ്പോഴാണ് അലർജി ഉണ്ടാകുന്നത്. പലർക്കും പല രീതിയിലുള്ള അലർജി ഉണ്ടാവാറുണ്ട്. പ്രോൺസ് കഴിക്കുമ്പോഴും അതല്ലെങ്കിൽ ചിലർക്ക് ബീഫ് കഴിക്കുമ്പോൾ ഉണ്ടാവാറുണ്ട്. അലർജി സിംറ്റംസ് കാണിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അലർജി എന്ന് പറയുമ്പോഴത്തേക്കും ദേഹം മുഴുവൻ ചൊറിഞ്ഞ് തടിച്ച് ചുവന്ന തിണക്കുകളൊക്കെ വരുന്നു. അപ്പോൾ നമ്മൾ പുറമേ കാണുന്ന ചുവപ്പും തിണർപ്പും ചൊറിച്ചിലും ബുദ്ധിമുട്ടും മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന പല കാര്യങ്ങളും ആരും അറിയുന്നില്ല. അപ്പോൾ അലർജി ഉള്ള ആൾക്കാർക്ക് നല്ലതുപോലെ അറിയാം. അലർജി എന്ന് പറയുന്നത് വളരെ സിവിയറായിട്ട് വരാൻ ചാൻസ് ഉള്ളൊരു അസുഖം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രതിരോധശേഷി അധികമായതുകൊണ്ട് മാത്രം അനുഭവിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ് അലർജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ഫുഡ് പ്രോഡക്ട്സിന് നമ്മുടെ ബ്ലഡിൽ, ഇപ്പോൾ എനിക്ക് വീറ്റാണ് അലർജി ഉള്ളത്, അപ്പോൾ എൻ്റെ ബ്ലഡ് സെൽസ് ഇതിനെ എന്തോ അന്യവസ്തുവാണ്, എന്തോ രോഗാണുവാണ് എന്ന് വിചാരിച്ചിട്ട് ഇതിനെതിരെ റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിനെതിരെ റിയാക്ട് ചെയ്യുമ്പം അത് നമ്മുടെ ശരീരത്തിന് കുഴപ്പമുള്ള സാധനമല്ല, ഫുഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന കെമിക്കൽസ് എല്ലാം വെറുതെ ആകുന്നു. അനാവശ്യമായി ഉണ്ടാകുന്ന കെമിക്കൽസ് വളരെയധികം റിയാക്ഷൻസ് ഉണ്ടാക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന റിയാക്ഷൻസാണ് ഈ ചൊറിച്ചിലും തിണപ്പും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുന്നത്, അലർജിയുള്ള ഏത് പേഷ്യൻറ്റിനും ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് അലർജി എന്ന് പറയുന്നത്. ചിലർക്ക് പൊടിയടിക്കുമ്പോൾ അലർജിയാണ്. ചില പുതിയ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ തന്നെ അലർജി ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ശരീരം സെൻസിറ്റീവായിരിക്കും. പ്രതിരോധശേഷി അധികമാകുന്നത് കൊണ്ടുണ്ടാകുന്നൊരു പ്രശ്നം മാത്രമാണ് ഈ അലർജി എന്ന് പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഈ അലർജിയെ എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നോട് തന്നെ പേഴ്സണലി പലരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഗോതമ്പ് കഴിച്ച് ശീലിക്കാത്തത് കൊണ്ടാണ്, ഞാൻ ആ ഫുഡ്സ് കഴിക്കാത്തത് കൊണ്ടാണ് എനിക്ക് അലർജി ഉണ്ടായിട്ടുള്ളത്. അത് കഴിച്ച് ശീലിച്ചിരുന്നെങ്കിൽ അലർജി ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ കുഞ്ഞുനാൾ മുതലേ ഞാൻ വീറ്റ് കഴിക്കുമായിരുന്നു. അപ്പോൾ ആ ഫുഡ് എനിക്ക് പറ്റുന്നില്ല എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കഴിച്ച് വന്നപ്പോഴാണ് ഇതിലാണ് പ്രശ്നം എന്നറിയുന്നത്. പിന്നെ ചില ആൾക്കാർ പറയാറുണ്ട്, മനസ്സിൻ്റെ തോന്നൽ കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. നീ ഇത് കഴിച്ചിട്ട് നീ വിചാരിക്കും, എനിക്കിപ്പോൾ പ്രശ്നം ഉണ്ടാകും, ചൊറിച്ചിൽ വരും, അല്ലെങ്കിൽ തിണർത്ത് വരും, അതല്ലെങ്കിൽ തലകറക്കം വരും എന്ന് നീ സ്വന്തമായിട്ട് വിചാരിക്കുന്നത് കൊണ്ടാണോ നിനക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതങ്ങനെയല്ല. അതിൻ്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ആരടുത്തും ഇങ്ങനെ വിശദമായിട്ട് പറയാനോ പോയിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നിയ കാര്യമാണ് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണം എന്ന്. ഇപ്പം ഇത്തരത്തിലുള്ള അലർജിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് ഈ ഫുഡൊക്കെ കഴിക്കാൻ ആഗ്രഹമില്ലാത്തതൊന്നുമല്ല. ഞാനൊരു ബിസ്ക്കറ്റ് പോലും എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ ഞാൻ കഴിച്ചിട്ടില്ലെന്ന് ചോദിച്ചാൽ ഞാൻ കഴിച്ചിട്ടുണ്ട്. എല്ലാ ഫുഡ് ഐറ്റംസും ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ ചെറുതായിരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് അലർജി പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സിവിയറായിട്ട് വരുന്നില്ലായിരുന്നു. ആദ്യം കുറച്ച് നേരം ചെറിയ ചൊറിച്ചിലും തിണർപ്പും വരുമായിരുന്നു. അപ്പോൾ അതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമ്പോഴോ ഒരു അലർജിയുടെ പില്ല് കഴിക്കുമ്പോഴോ അങ്ങനെയൊക്കെ അങ്ങ് മാറുമായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു അലർജിയുടെ ഒരു സിംറ്റംസ് അന്നുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ വളരുന്നതനുസരിച്ചിട്ട് ഞാൻ കോളേജിലെത്തിയ സമയത്താണ് എനിക്ക് അനാഫിലാക്സിസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് അലർജി എത്തിയത്. അന്നാണ് എനിക്ക്, അതിന് ശേഷമാണ് ഇങ്ങനൊരു അവസ്ഥയെപ്പറ്റി പോലും ഞാൻ അറിയുന്നത്. അലർജി വരുമ്പോൾ ജസ്റ്റ് ചൊറിച്ചിൽ വരും, പ്രശ്നങ്ങൾ വരും, മാറും എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. അതിന് പുറകിൽ നമുക്ക് ഭയാനകമായിട്ട് നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു കാര്യമുണ്ട് എന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ കോളേജിൽ പഠിക്കുമ്പോഴാണ് അന്ന് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരും എല്ലാവരും കൂടി ചേർന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞരമ്പിൽ ഇഞ്ചക്ഷൻ വെച്ചു. അതിന് ശേഷമാണ് അത് ചെയ്യണം. അത് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു അലർജിയുടെ സിംറ്റംസൊക്കെ മാറിയിട്ട്, അത് പക്ഷേ കുറേ നേരം നിൽക്കും. നമുക്ക് നടക്കാനോ എഴുന്നേറ്റ് പോകാനോ BP ഒക്കെ കുറഞ്ഞിട്ട് വളരെയധികം മാരകമായിട്ടുള്ളൊരു അവസ്ഥയിലോട്ട് നമ്മൾ പോകും. മരണം വരെ സംഭവിക്കാനുള്ള ചാൻസസ് അലർജി കൊണ്ടുണ്ടാകും. അത് പലർക്കും അറിയത്തില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നറിയുന്നത് കൊണ്ടാണ് അലർജിയുള്ള ആൾക്കാർ അത്തരം ഫുഡുകൾ ഒഴിവാക്കുന്നത്. അപ്പം അങ്ങനെ ഫുഡ് ഒഴിവാക്കുന്ന ആൾക്കാരോട് കഴിക്കുക, അത് കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല, പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഷുഗർ ഉള്ള ഒരാൾക്ക് അമിതമായിട്ട് നമ്മൾ ഷുഗർ കണ്ടൻറ്റ് അടങ്ങിയ സാധനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാമല്ലോ. അപ്പോൾ അതുപോലെയാണ് ഈ അലർജിയും. ആ ഫുഡ് പറ്റാത്ത ആൾക്കാർക്ക് അത്തരത്തിലുള്ള ഫുഡ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അത് പുറമേ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാത്രമല്ല, ഉള്ളിലും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് അത് വളരെയധികം ബുദ്ധിമുട്ട് കൂടിയിട്ട് ശ്വാസം മുട്ടലും തലകറക്കവും അങ്ങനെയുള്ള പ്രശ്നങ്ങളിലോട്ട് പോകും. അതുമാത്രമല്ല, എൻ്റെ ഹാർട്ട് ബീറ്റ് വരെ കുറഞ്ഞ ഒരു പ്രശ്നം എനിക്കുണ്ടായി. അത് കുറച്ച് നാൾ മുന്നെയാണ് എനിക്കുണ്ടായത്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ട്
ഒക്കെ ഉണ്ടാകുന്ന ഒരു ആൾക്കാരോട് നമ്മൾ അത് കഴിക്കാത്തത് കൊണ്ടാണ്. അങ്ങനെയൊന്നും ദൈവത്തെ ഓർത്ത് ആരും പറയാതിരിക്കുക. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിവില്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇപ്പോൾ ഇങ്ങനെ അലർജി ഉള്ള ഒരാളോട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഫുഡ് കഴിക്കുന്നില്ല, നിങ്ങൾ കഴിക്കൂ, നിങ്ങൾക്ക് കുഴപ്പമൊന്നും വരത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ കഴിച്ച് ശീലിക്കാത്തത് കൊണ്ടാണ്, ഫുഡ് ഒഴിവാക്കുന്നത് കൊണ്ടാണ്. ചില ആൾക്കാർക്ക് ശരിയാണ്, ചില ആൾക്കാർക്ക് ഈ ഫുഡിനോട് അലർജിയുള്ള ആൾക്കാർക്ക് കഴിച്ച് ചില ആൾക്കാർക്ക് അതൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ എനിക്കിതുവരെ മാറിയിട്ടില്ല. അപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നിയിട്ടുണ്ട്. നമുക്ക് ഈ ഫുഡൊന്നും നമുക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണോ, നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടോ, കഴിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടോ ഇഷ്ടമില്ലാത്തതുകൊണ്ടോ ഒന്നും അല്ല, നമുക്ക് പറ്റത്തില്ല. നമ്മുടെ ബ്ലഡിൽ പറ്റുന്നത് നമ്മുടെ ശരീരത്തിന് പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാരോട് ദൈവത്തെ ഓർത്ത് ആരും ഇത്തരം കമൻറ്റുകളൊന്നും പറയാൻ പോകരുത്. അപ്പോൾ അത് പറയാൻ വേണ്ടി മാത്രമാണ് എനിക്ക് തുറന്ന് സംസാരിക്കണം എന്ന് തോന്നി. അപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലാകുമ്പോൾ എല്ലാ ആൾക്കാരും കാണും. പേഴ്സണലി ഞാൻ ആരെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി മാത്രമാണ് എൻ്റെ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.